ഈവനിംഗ് എഡിഷൻ തുടരുന്നു. കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് പി ജെ ജോസഫ്. UDF യോഗത്തിൽ ആവശ്യമുന്നയിക്കുമെന്നും പി ജെ ജോസഫ് പറയുന്നു. രജീഷ് നരിക്കുനി വിശദാംശങ്ങൾ നൽകും. രജീഷ്, നേരത്തെ തന്നെ 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം പി ജെ ജോസഫ് ഉന്നയിച്ചിട്ടുണ്ട്. 2 മണ്ഡലങ്ങൾ, 2 സീറ്റുകൾ അവർ കോൺഗ്രസിന് വിട്ടു നൽകിയതും കൂടിയാണ്. ആ സമയത്തുള്ള ധാരണയാണെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ നിർണായക UDF യോഗം നടക്കുമ്പോൾ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ജോസഫ്? അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് അതിനു മുന്നിൽ വഴങ്ങേണ്ടി വരുമോ? സൈഫുദ്ദീൻ 2 മന്ത്രിസ്ഥാനം വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും. ഇത് UDF യോഗത്തിൽ അറിയിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് യോഗത്തിന് മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പി ജെ ജോസഫാണ് ഇക്കാര്യം തന്നെ വ്യക്തമാക്കുന്നത്. 2 മന്ത്രിസ്ഥാനത്തിന് തങ്ങൾക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം തങ്ങൾക്ക് വേണമെന്നും ഇവർ പറയുന്നു. ഒപ്പം തന്നെ ഈ UDF യോഗത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ചു. എന്നാൽ ഇത്തവണ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറായി. ഒരുപക്ഷെ ആ 2 സീറ്റിൽ കൂടി തങ്ങൾ മത്സരിച്ചാൽ വിജയം, അതായത് 7 സീറ്റ്, ഇപ്പോൾ 8 സീറ്റിൽ മത്സരിക്കുകയും 7 സീറ്റിൽ വിജയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2 സീറ്റ് കൂടുതൽ തങ്ങൾക്ക് ജയിക്കാനാണ്. അങ്ങനെ 9 സീറ്റിലേക്ക് വിജയം തങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു കാര്യവും ഒരുപക്ഷെ ഈ യോഗത്തിൽ പി ജെ ജോസഫ് ഈ യോഗത്തിൽ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 മന്ത്രിസ്ഥാനം വേണമെന്ന കാര്യം ഈ യോഗത്തിൽ ഉറച്ചു പറഞ്ഞ് വീണ്ടും ആവർത്തിക്കാനും ഒപ്പം തന്നെ ഏത് തരത്തിലെങ്കിലും ഈ 2 മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും കേരള കോൺഗ്രസ് നടത്തുക. പക്ഷേ കടുംപിടുത്തമില്ലെങ്കിൽ കൂടിയും തങ്ങൾ ഉന്നയിച്ച ആവശ്യം ഇതായിരിക്കും. ഇതിന് എന്തായിരിക്കും UDF എടുക്കുന്ന തീരുമാനമെന്നത് നിർണായകമാകും. 2 മന്ത്രിസ്ഥാനം നൽകുമോ, അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവും മറ്റേതെങ്കിലും ഒരു ക്യാബിനറ്റ് പദവിയും കേരള കോൺഗ്രസ് നൽകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ആദ്യഘട്ട UDF യോഗമാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മുന്നണിക്കും ഓരോ ഘടകകക്ഷിക്കും എത്ര വീതം മന്ത്രിസ്ഥാനം നൽകുമെന്ന കാര്യം ഇന്ന് ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. പക്ഷേ വകുപ്പുകളൊക്കെ ഏതൊക്കെ ആയിരിക്കുമെന്ന് പിന്നീട് ഓരോ ഘടകകക്ഷിയുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചയിലായിരിക്കും ഒരു പക്ഷേ തീരുമാനിക്കാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ പി ജെ ജോസഫും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ തവണ മത്സരിക്കുമ്പോഴും 2 സീറ്റുകൾ വീതം കോൺഗ്രസിലേക്ക് നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു പി ജെ ജോസഫ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിലും 2 സീറ്റ് അത്തരത്തിൽ കേരള കോൺഗ്രസിന് വിട്ടു നൽകി. 8 സീറ്റിൽ മത്സരിച്ച് 7 ഇടത്തും വിജയിക്കാൻ കേരള കോൺഗ്രസിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം UDF യോഗത്തിൽ മുന്നോട്ട് വെക്കുകയും 2 മന്ത്രിസ്ഥാനത്ത് തങ്ങൾക്ക് അർഹതയുണ്ടെന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ 5 മണിയോടുകൂടി തന്നെ യോഗം അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഒരു 15 മിനിറ്റിനകം തന്നെ യോഗ തീരുമാനങ്ങൾ, ഓരോ മുന്നണിക്കും ഓരോ ഘടകകക്ഷിക്കും എത്ര മന്ത്രിസ്ഥാനം വീതം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. സൈഫുദ്ദീൻ, ഇതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലേ? അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് മൊത്തത്തിലുള്ള ഒരു വിശദീകരണം, ആർക്കൊക്കെ എത്ര സീറ്റുകൾ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നേതാക്കൾ നൽകും അല്ലേ രജീഷ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് RSPക്ക് ഒരു സീറ്റ് നൽകാനായിരിക്കും സാധ്യത. ഷിബു ബേബി ജോണിനായിരിക്കും അത് നൽകാൻ സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ CMPക്കും ഒരു സീറ്റ് നൽകും. CFPക്ക് ഒരു MLA ഉള്ളൂ, CP ജോണാണ്. അപ്പോൾ അദ്ദേഹം തന്നെ മന്ത്രിയാകാനാണ് സാധ്യത. അതേപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ സൂചിപ്പിച്ചതുപോലെ 2 സീറ്റും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഒപ്പം ഇനി ജേക്കബ് വിഭാഗവും ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനായിരിക്കും സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിലെ അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഏതൊക്കെ ആയിരിക്കും ലഭിക്കുക, ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ഏതൊക്കെ ഘടകകക്ഷിക്കാണ് ലഭിക്കുക എന്നാണ് അറിയേണ്ടത്. ചിലർക്ക് ഒരുപക്ഷേ ഈ മന്ത്രിസ്ഥാനത്തിന് പകരം മറ്റേതെങ്കിലും ക്യാബിനറ്റ് പദവി, ചീഫ് വിപ്പും ഒപ്പം തന്നെ മറ്റേതെങ്കിലും ക്യാബിനറ്റ് പദവിയിലേക്ക് ഒതുക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട UDF യോഗത്തിലെ നിർണായകമായ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ കൃത്യമായി കേട്ട് അതിന് ഏത് തരത്തിലുള്ള പരിഹാരമായിരിക്കും ഇനി UDF യോഗം മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ആ യോഗമാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ യോഗം കന്റോൺമെന്റ് ഹൗസിൽ പുരോഗമിക്കുന്നു. UDF യോഗമാണ്. ഒരുപക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള അവസാനത്തെ UDF യോഗം കൂടിയാണ്. അതിനകത്തൊരു തീരുമാനമാകും. ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണ ഇതിനകമുണ്ട്. അത് ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം. അതിനുശേഷം UDF കൺവീനറും മുഖ്യമന്ത്രിയും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തും. അതിനകത്തൊരു പ്രഖ്യാപനം ഉണ്ടാകും. ആകെ കൂടി അറിയേണ്ടത് കേരള കോൺഗ്രസ് ജോസഫിന് 2 സീറ്റ് കൊടുക്കുമോ എന്നുള്ളത് മാത്രമാണ്. ഒരു മന്ത്രിസ്ഥാനവും മറ്റൊരു ക്യാബിനറ്റ് പോസ്റ്റും ഒരുപക്ഷെ ചീഫ് വിപ്പും കൂടി കൊടുത്താൽ കൊടുത്തൊരു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫിനെ സെറ്റിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ചീഫ് വിപ്പായി അപ്പു ജോസഫ് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. 5 മന്ത്രിസ്ഥാനം സ്വാഭാവികമായും മുസ്ലിം ലീഗിനുണ്ട്. RSPക്ക് ഒരു മന്ത്രിസ്ഥാനമുണ്ട്. ഒപ്പം അനൂപ് ജേക്കബ്, CP ജോൺ അടക്കമുള്ള നേതാക്കൾക്കൊക്കെ പാർട്ടികൾക്കൊക്കെ ഓരോ മന്ത്രിസ്ഥാനം വീതവും നൽകും. അപ്പോഴും മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ആകാംക്ഷ ബാക്കിയാകുന്നത്. എന്തായാലും നിർണായകമായ UDF യോഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം
നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് കോൺഗ്രസിന്റെ വകുപ്പ് വിഭജനത്തിലേക്കും മന്ത്രിമാരുടെ തീരുമാനങ്ങളിലേക്കുമൊക്കെ കടക്കാൻ എന്തായാലും കെ സി വേണുഗോപാൽ രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയാണ്. ഓൾറെഡി ദീപാദാസ് മുൻഷി അവിടെയുണ്ട്. നേതാക്കന്മാർ ഇരുന്നതിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏറെക്കുറെ ഒരു സൂചനയും സാധ്യതകളും കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്.